Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. അങ്കമാലി നഗരസഭാ ചെയർമാനായി KPCC അംഗവും നായത്തോട് വാർഡ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് ഷിയോ പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിൽ പാർട്ടിയുമായുള്ള മുൻധാരണ പ്രകാരം ചെയർമാനായിരുന്ന മാത്യു തോമസ് രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഷിയോ പോൾ 9-നെതിരെ 16 വോട്ടുകൾ നേടി തെരഞ്ഞെടുക്കപ്പെട്ടത്. നഗരസഭാ ചെയർമാനായി KPCC അംഗവും നായത്തോട് വാർഡ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് ഷിയോ പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിൽ പാർട്ടിയുമായുള്ള മുൻധാരണാ പ്രകാരം ചെയർമാനായിരുന്ന മാത്യു തോമസ് രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഷിയോ പോൾ 9-നെതിരെ 16 വോട്ടുകൾ നേടി തെരഞ്ഞെടുക്കപ്പെട്ടത്. 30 അംഗ കൗൺസിലിൽ കോൺഗ്രസ് 15, LDF 10, സ്വതന്ത്രർ 3, NDA 2 എന്നിങ്ങനെയാണ് കക്ഷിനില. വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ചെയർമാൻമാരായ മാത്യു തോമസ് ഷിയോ പോളിന്റെ പേര് നിർദ്ദേശിക്കുകയും റജി മാത്യു പിന്താങ്ങുകയും ചെയ്തു. LDFിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായ CPMലെ TY ഏലിയാസ് ആയിരുന്നു ചെയർമാൻ സ്ഥാനാർത്ഥി. ഗ്രേസി ദേവസി നിർദ്ദേശിക്കുകയും മോളി മാത്യു പിന്താങ്ങുകയും ചെയ്തു. LDFിലെ ജനതാദൾ പ്രതിനിധി ബെന്നി മൂനേലിയും സ്വതന്ത്ര അംഗങ്ങളായ വിൽസൺ മുണ്ടാടനും ഹാജരായില്ല. മറ്റൊരു സ്വതന്ത്രയംഗം റോസ്ലി തോമസും ഷിയോ പോളിന് അനുകൂലമായി വോട്ട് ചെയ്തു. NDA അംഗങ്ങൾ വിട്ടുനിന്നു. അതോടെയാണ് ഷിയോ പോളിന് 16 വോട്ടും TY ഏലിയാസിന് 9 വോട്ടും ലഭിച്ചത്. നായത്തോട് 16ാം വാർഡ് കൗൺസിലറായ അഡ്വക്കേറ്റ് ഷിയോ പോൾ അങ്കമാലി മേഖലയിലെ പൊതു സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമാണ്. ഷിയോ പോൾ 2000, 2002, 2003, 2005 എന്നീ കാലയളവിൽ 2 വർഷം വീതം 4 വർഷം അങ്കമാലി നഗരസഭയിൽ ചെയർമാനായിരുന്നു. 2020, 2025 കാലയളവിൽ നഗരസഭയിൽ ആദ്യ 2 വർഷമാണ് റജി മാത്യുവും തുടർന്നുള്ള 2 വർഷം മാത്യു തോമസും ചെയർമാനായത്. ഷിയോ പോളിന് 1 വർഷം മാത്രമായിരിക്കും ചെയർമാൻ സ്ഥാനം ഉണ്ടാകുക. ഡയറി ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് ആയിരുന്നു വരണാധികാരി. 2 വർഷക്കാലം ഈ ഭരണസമിതിയെ നയിച്ച ശ്രീ റജി മാത്യു അവറുകൾ, പിന്നീട് 2 വർഷക്കാലം അങ്കമാലി ഭരണസമിതിയെ അങ്കമാലി നഗരസഭയെ മുൻപോട്ട് നയിച്ച ശ്രീ മാത്യു തോമസ് അവറുകൾ, അതിന്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ ഇന്ന് ചെയർമാൻ സ്ഥാനം ഏറ്റ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ അഡ്വക്കേറ്റ് ഷിയോ പോൾ അവർക്ക് എല്ലാവരുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കവലപ്പറമ്പിന്റെ നായകരുടെ പ്രദേശത്തെ എല്ലാവരുടെയും പേരിലും ഭരണസമിതിയുടെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഷിയോ പോൾ അങ്കമാലി നഗരസഭയുടെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തേക്ക് 2000-2005 കാലഘട്ടത്തിൽ 3 വർഷം അങ്കമാലി നഗരസഭയെ നയിച്ച ശ്രീ ഷിയോ പോൾ ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം തന്നെ വളരെയധികം മികവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അങ്കമാലി നഗരസഭയുടെ 1 വർഷക്കാലം ചെയർമാനായി വിവിധ പരിപാടികളിലൂടെ, പദ്ധതികളിലൂടെ ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിവെച്ച പദ്ധതികളുടെ പൂർത്തീകരണം എന്ന രീതിയിൽ മികച്ച പ്രവർത്തനം ഷിയോ പോളിന് കാഴ്ചവെക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ട്. 2020 തുടങ്ങി 2025 വരെയാണ് ഈ കൗൺസിലിന്റെ കാലാവധി. ആദ്യം റജി മാത്യു, പിന്നീട് ഞാനും ഇപ്പോൾ ഷിയോ പോളുമായി 5 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ കൗൺസിൽ കാലാവധിയിൽ ആരംഭിച്ചതും പൂർത്തിയാക്കിയതുമായ മുഴുവൻ പ്രവർത്തനങ്ങൾ, ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിനുള്ള ഉദ്യമം അദ്ദേഹത്തിന് ഭാഗത്തുണ്ടാകും. പുതിയ പദ്ധതികളും ആരംഭിച്ച് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ അങ്കമാലിക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കുവാൻ, നേതൃത്വം കൊടുക്കുവാൻ, ജനതയെ അങ്കമാലി ജനതയെ നയിക്കുവാൻ നഗരജാഥ എന്നുള്ള നിലയിൽ ഷിയോ പോളിന് കഴിയട്ടെ. അതിന് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് 1 വർഷത്തിൽ താഴെയുള്ള സമയപരിധിയിൽ അങ്കമാലി പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകം ആദ്യം തന്നെ ആശംസിക്കുക. പുതിയതായുള്ള പദ്ധതികളും എല്ലാവരുടെയും സഹായത്തോടു കൂടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വികസനം മാത്രമാണ് ഇനിയുള്ള ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഉള്ള ലക്ഷ്യം. അത് പൂർത്തീകരിക്കും. പുതിയ പദ്ധതികളും നടപ്പാക്കും.
അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.